മനസ്സ് തുറന്ന് കരയാൻ സാധിക്കുന്നില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് മനസ്സ് തുറന്ന് ചിരിക്കാനാകും? എല്ലാ വികാരങ്ങളെയും മൂടിവെച്ച് ജീവിക്കാനാണ് സമൂഹം നമ്മോട് പറയാറ്. പ്രത്യേകിച്ച് സ്ത്രീകളോട്. ദേഷ്യം, സങ്കടം തുടങ്ങിയ വികാരങ്ങളെ ഉള്ളിലൊതുക്കി നല്ല കുട്ടിയായി ജീവിക്കാൻ. അതുതന്നെയാണ് കായിരയും ചെറുപ്പം മുതൽ ചെയ്തുകൊണ്ടിരുന്നത്. ഗൗരി ഷിൻഡെ സംവിധാനം ചെയ്ത് 2016 പുറത്തിറങ്ങിയ ഡിയർ സിന്ദഗി പറയുന്നതും മൂടിവെക്കപ്പെട്ട അത്തരം വികാരങ്ങളെ കുറിച്ചാണ്. ആലിയ ഭട്ട് അവതരിപ്പിച്ച കായിരയുടെ ജീവിതത്തിലൂടെ. 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള കായിര മുംബൈയിൽ സിനിമാറ്റോഗ്രാഫറാണ്. ജോലിയും സുഹൃത്ത് വലയങ്ങളുമെല്ലാമായി വളരെ തിരക്കേറിയ ജീവിതമാണ് കായിര നയിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഷീസ് ഫൈൻ. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അവളുടെ മനസ്സിൽ നിറയെ മൂടിവെച്ച വികാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തെ അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല. സുഹൃത്ത് ബന്ധങ്ങളിൽ കായിരയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരുന്നില്ല. പക്ഷേ പ്രണയബന്ധങ്ങൾ അവളെ സംബന്ധിച്ച് വളരെ സങ്കീർണമാണ്. സിനിമ തുടങ്ങുമ്പോൾ കായിരയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. എന്നാൽ ജോലിക്കായി പുറത്തു പോയപ്പോൾ അവിടെ വെച്ച് രഘുവേന്ദ്ര എന്ന നിർമ്മാതാവിനെ പരിചയപ്പെടുകയും അയാളുമായി കായിര പ്രണയത്തിലാവുകയും ചെയ്തു. തിരിച്ച് മുംബൈയിലെത്തിയ അവൾ ഇക്കാര്യം ബോയ് ഫ്രണ്ടിനോട് പറയുകയും ആ ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. രഘുവേന്ദ്ര കായിരയ്ക്ക് ഒരു പുതിയ പ്രോജക്റ്റ് ഓഫർ ചെയ്യുന്നു. ന്യൂയോർക്കിലാണ് പ്രോജക്റ്റ് നടക്കുന്നത്. കായിര അതിന്റെ സന്തോഷത്തിലാണ്. എന്നാൽ പെട്ടെന്ന് അയാളുടെ എക്സും ആ പ്രോജക്റ്റിന്റെ ഭാഗമാണെന്ന് അറിഞ്ഞ കായിര ഇൻസെക്യൂർ ആകുന്നു. അതിൽ നിന്നുണ്ടായ ഭയം കൊണ്ട് അവൾ രഘുവേന്ദ്രയോട് കുറച്ച് അകലം പാലിക്കുകയാണ് ചെയ്യുന്നത്. അയാൾ ന്യൂയോർക്കിലേക്ക് പോയ ശേഷം അവൾ അയാളുടെ മെസ്സേജിനായി കാത്തിരിക്കുകയാണ്. പിന്നീട് കായിര അറിയുന്നത് അയാളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നാണ്. ഇത് കായിരയെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ മുംബൈയിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും അവൾക്ക് താമസം മാറേണ്ടി വരുന്നു. അച്ഛന്റെയും അമ്മയുടെയും അടുത്ത് പോവുക എന്നതായിരുന്നു അവൾക്ക് ഇനിയുള്ള ഓപ്ഷൻ. അങ്ങനെ മനസ്സില്ല മനസ്സോടെ അവൾ ഗോവയിലെ വീട്ടിലേക്ക് പോകുന്നു. രഘുവേന്ദ്രയുമായി അവൾക്ക് വ്യക്തിപരമായും ജോലിപരമായും ബന്ധമുണ്ട്. അയാളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞെന്ന് കരുതി ന്യൂയോർക്കിലേക്ക് പോകാതിരിക്കണോ എന്ന ചോദ്യം കായിരയെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഈ കാരണങ്ങളാൽ അവൾക്ക് ഉറക്കം നഷ്ടപ്പെടുകയും അവസാനം ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഷാരൂഖ് ഖാൻ അവതരിപ്പിച്ച ഡോക്ടർ ജഹാംഗീർ ഖാൻ കായിരയുടെ ജീവിതത്തിലേക്ക് വരുന്നത്. താല്പര്യമില്ലാതെയാണ് കായിര ജഹാംഗീറിനെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവൾ സെഷനിൽ ഓണസ്റ്റ് ആകുന്നില്ല. സുഹൃത്തിന്റെ എന്തോ പ്രശ്നം കാരണമാണ് തനിക്ക് ഉറക്കമില്ലാത്തതെന്നാണ് അവൾ പറയുന്നത്. എന്നാൽ സംസാരത്തിനൊടുവിൽ കായിരയ്ക്ക് അയാളിൽ വിശ്വാസം വരികയും എല്ലാം തുറന്നു പറയുകയും ചെയ്തു. മാനസികാരോഗ്യം ഒരു പ്രശ്നമായി കാണാതിരിക്കുന്ന സമൂഹത്തിന്റെ മനോഭാവത്തെക്കുറിച്ചും സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. തുടക്കത്തിൽ കായിരയുടെ സുഹൃത്ത് സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ അവൾക്ക് അതിന്റെ ആവശ്യകത മനസ്സിലാകുന്നില്ല. കാരണം അവളും സമൂഹത്തിന്റെ അതേ ചിന്താഗതിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ ജഹാംഗീർ ഖാൻ എന്ന ഡോക്ടറെ കണ്ടതിന് ശേഷം ആ ചിന്താഗതിയിൽ മാറ്റം വരികയാണ് ചെയ്യുന്നത്. കായിരയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ഒരുപാട് പ്രണയബന്ധങ്ങൾ അവളുടെ ജീവിതത്തിൽ വന്നു പോകുന്നതിനാൽ ആളുകൾ മോശം സ്ത്രീയായി തന്നെ കണക്കാക്കുന്നുണ്ടോ എന്ന തോന്നൽ കായിരയ്ക്കുണ്ട്. ആ ചിന്ത മാറ്റാൻ ഡോക്ടർ അവളോട് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു കസേര വാങ്ങുമ്പോൾ ആദ്യത്തെ കസേര തന്നെ കണ്ടിഷ്ടപ്പെട്ട് വാങ്ങുകയാണോ ചെയ്യുന്നത്? പലതരം കസേരകളിലൂടെ നമ്മൾ അതിനു മുൻപ് കടന്നുപോകും. അപ്പോൾ ഒരു പങ്കാളിയെ കണ്ടെത്തുന്നതിന് മുൻപ് സെലക്റ്റീവായി നോക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്നാണ് ഷാരൂഖ് ഖാന്റെ കഥാപാത്രം കായിരയോട് ചോദിക്കുന്നത്. കഥ കേട്ട കായിര പറയുന്നത് ഇത് ലോകത്തുള്ളവരെല്ലാം കേട്ടിരുന്നെങ്കിൽ എന്നാണ്. അപ്പോൾ ലോകം എത്ര സുന്ദരമായനെന്ന്. പക്ഷേ അതിന്റെ ആവശ്യമില്ലെന്നും നമുക്ക് നമ്മളെ ശരിക്കും അറിയാമെങ്കിൽ പിന്നെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നതിൽ പ്രസക്തി ഇല്ലെന്നുമാണ് ഡോക്ടർ പറയുന്നത്. എന്തുകൊണ്ട് കായിരയുടെ പ്രണയബന്ധങ്ങൾ ഇത്തരത്തിൽ സങ്കീർണമാകുന്നു എന്നതിനെ കുറിച്ചും സിനിമയിൽ പറയുന്നുണ്ട്. അതിന് കാരണം അവളുടെ കുട്ടിക്കാലത്തെ ട്രോമയാണ്. അച്ഛനും അമ്മയും അടുത്തില്ലാതെ വളർന്നതും പിന്നീട് അനിയൻ ജനിച്ചതുമെല്ലാം കുഞ്ഞു കായിരയെ ബാധിച്ചിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കളുടെ സ്നേഹവും കരുതലുമാണ്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് കായിരയ്ക്ക് അത് പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. അച്ഛനും അമ്മയും ജോലിയുടെ ആവശ്യങ്ങൾക്കായി പുറത്തായതുകൊണ്ട് കായിര വളർന്നത് അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും കൂടെയാണ്. പിന്നീട് അച്ഛനും അമ്മയ്ക്കും ഒപ്പം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ കൂടെ അനിയനും ഉണ്ടായിരുന്നു. അതിനാൽ കായിരയുടെ കുഞ്ഞു മനസ്സിൽ വന്ന ചിന്ത അവളോടുള്ള സ്നേഹം പകുത്തു പോകുന്നു എന്നതായിരുന്നു. അതുപോലെ തന്നെ കായിര ജോലിയിൽ എത്രത്തോളം സക്സസ്ഫുൾ ആണെങ്കിലും കുടുംബക്കാർക്ക് ആ ജോലി ഇഷ്ടമല്ലായിരുന്നു. അതിൽ നിരന്തരം കായിരയെ അവർ കുറ്റപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം ഉള്ളിൽ ഒതുക്കിയാണ് കായിര ജീവിക്കുന്നത്. ഇതെല്ലാം കാരണം ആളുകൾ ഉപേക്ഷിച്ചു പോകുമോ എന്ന വല്ലാത്തൊരു ഭയം അവൾക്കുള്ളിൽ വളർന്നു വന്നിരുന്നു. അതാണ് അവളുടെ പ്രണയബന്ധങ്ങൾ അധികകാലം നിലനിൽക്കാത്തത്. ലോങ് ടേം റിലേഷൻഷിപ്പ് ജീവിതത്തിൽ പറ്റില്ലെന്ന് അവൾ സ്വയം വിശ്വസിച്ചിരിക്കുകയാണ്.
അതിനാൽ അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കായിര പ്രണയബന്ധങ്ങൾ അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാറില്ല. പക്ഷേ രഘുവേന്ദ്രയുടെ കാര്യത്തിൽ സംഭവിച്ചത് അങ്ങനെയല്ലായിരുന്നു. അവളെ അയാളാണ് ഉപേക്ഷിച്ചു പോയത്. അതുകൊണ്ട് കൂടിയാണ് കായിര തകർന്നു പോയത്. ഈ സംഭവത്തിന് ശേഷമാണ് കായിര മനസ്സിൽ ഒതുക്കി വെച്ചിരുന്ന വികാരങ്ങൾ ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങിയത്. അതെല്ലാം നേരിടാൻ അവൾ തയ്യാറല്ലായിരുന്നു. അപ്പോൾ എല്ലാം ഉള്ളിലൊതുക്കി മുന്നോട്ട് പോകാൻ കായിര തീരുമാനിച്ചു. അതിന് സാധിക്കാതെ വന്നപ്പോഴാണ് ഡോക്ടർ ജഹാംഗീറിനെ കാണാൻ അവൾ തീരുമാനിക്കുന്നത്. എങ്ങനെ അത്തരം വികാരങ്ങളെ നേരിടാമെന്നാണ് ഡോക്ടർ അവളെ പഠിപ്പിച്ചത്. ഒറ്റപ്പെടൽ, ദേഷ്യം, സെൽഫ് ഡൗട്ട്, ആങ്സൈറ്റി എന്നിങ്ങനെ ഒരുപാട് വികാരങ്ങൾ കായിര ഉള്ളിലൊതുക്കിയിരുന്നു. അതെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് അതിനെ ഡീൽ ചെയ്യാൻ അവളെ അയാൾ സജ്ജയാക്കി. ഇതോടെ കായിരയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറിയോ? ശരിക്കും അങ്ങനെയാണോ? അല്ല. കാരണം പനി വരുന്നത് പോലെ തന്നെയാണ് മാനസിക പ്രശ്നങ്ങളും. അത് വീണ്ടും വീണ്ടും സംഭവിക്കാം. ഇനി അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ സഹായം തേടാൻ അവൾ രണ്ടാമത് ചിന്തിക്കില്ല. മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള സോഷ്യൽ സ്റ്റിഗ്മ അത് അവളിൽ നിന്ന് വിട്ടുമാറിക്കഴിഞ്ഞു. സാധാരണ അസുഖങ്ങൾ പോലെ തന്നെ ആവശ്യം വന്നാൽ ചികിത്സ തേടേണ്ട ഒന്നാണ് മാനസിക പ്രശ്നങ്ങൾ. അതിൽ ഒരു തരത്തിലുമുള്ള നാണക്കേടും പേടിയും വിചാരിക്കേണ്ട കാര്യമില്ല. അത് തന്നെയാണ് കായിരയിലൂടെ ഡിയർ ജിന്ദഗി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്.